ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് റോഡ് സൈഡിൽ കാണുന്ന ചെറിയൊരു കടയിൽ നിന്നാണ്. 2 പ്ലേറ്റ് പോഹയും ഒരു ജിലേബിയും ഒരു ചായയും കുടിച്ചതിന് 30 രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ആയത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് യാത്ര. നമ്മളിപ്പോൾ ഭോപ്പാലിൽ നിന്നും UPയിലെ ഒരു സിറ്റി ആയിട്ടുള്ള ഝാൻസിയിലേക്കുള്ള യാത്രയിലാണ്. ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ 8ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഝാൻസിയിലേക്കുള്ള യാത്രക്കിടയിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടുള്ള സാഞ്ചിയിലെ ബുദ്ധിസ്റ്റ് മോണുമെൻറ്റ് കൂടി കാണുന്നുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴയ ബുദ്ധിസ്റ്റ് സാങ്ച്വറിയിലൊന്നാണ് സാഞ്ചിയിലെ ബുദ്ധിസ്റ്റ് മോണുമെൻറ്റ്സ്. 12ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സെൻറ്റർ കൂടെയായിരുന്നു സാഞ്ചി. നമ്മൾ ഈ ഏരിയയിൽ ആദ്യം എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ആർക്കിയോളജിക്കൽ മ്യൂസിയം കാണാം. മ്യൂസിയത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്നാണ് മ്യൂസിയത്തിലേക്കും സാഞ്ചിയിലേക്കുമുള്ള ടിക്കറ്റുകൾ എടുക്കേണ്ടത്. 14ാം നൂറ്റാണ്ട് മുതൽ സംരക്ഷിക്കപ്പെടാതിരുന്ന ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് റീഡിസ്കവർ ചെയ്തത് 1818 സർ ജോൺ മാർഷൽ ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം 1919 സ്ഥാപിച്ചു. നമ്മുടെ നാഷണൽ സിംബലായിട്ടുള്ള സരാനത്ത് ലയൺ അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. സാഞ്ചിയിൽ ഈ ഒരു സൈറ്റിൽ ഒരു അശോക പില്ലർ കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇന്ന് 7 സ്ഥലത്താണ് ഇത് കാണാൻ സാധിക്കുക. സാഞ്ചി അതിലൊരു സൈറ്റാണ്. ഞാനവിടെ വന്നപ്പോൾ 2 ജെയിൻ മങ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, അവർ വസ്ത്രം ധരിക്കില്ല. അപ്പോൾ അവരുടെ കൂടെ അവരുടെ വിശ്വാസികളും ഫോളോവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അവരെ സ്റ്റെയർ ചെയ്യാനോ അല്ലെങ്കിൽ കളിയാക്കി ചിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം ഇവരെങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുക എന്ന് നമുക്കറിയില്ല. നമ്മളിവിടെ കാണുന്ന 1ാമത്തെ സ്തൂപ അശോക ചക്രവർത്തി നിർമ്മിച്ചതാണ്. അതിന് ശേഷമുള്ള 2ഉം 3ഉം സ്തൂപകൾ അദ്ദേഹത്തിന് പിൻഗാമികളായിട്ട് വന്നിട്ടുള്ള ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് അശോക ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകനായ മഹീന്ദ്ര ശ്രീലങ്കയിലേക്ക് ഒരു ബുദ്ധിസ്റ്റ് മിഷണറി ആയിട്ട് പോകുന്നതിന് മുന്നേ ഈ സ്ഥലത്ത് കുറച്ച് ദിവസം താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പഴയ ഇന്ത്യൻ ആർട്ടിസ്റ്റിക് ടെക്നിക്സും ബുദ്ധിസ്റ്റ് ആർട്ടുകളും ഒക്കെ നമുക്ക് ഇവിടുത്തെ സ്തൂപകളിൽ കാണാം. ബുദ്ധയുടെ ജനനത്തെക്കുറിച്ചുള്ള കഥകൾ ചെടികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ രൂപത്തിൽ ഇവിടെ കാർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ കാണുന്ന ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ബേസിൽ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് 13ാം നൂറ്റാണ്ട് വരെ സാഞ്ചി ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സെൻറ്റർ തന്നെ ആയിരുന്നു എന്നതാണ്.
ഝാൻസിയിലേക്ക് പോകുന്ന വഴിക്ക് ആരും ശ്രദ്ധിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടൊരവസ്ഥയിൽ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് കൂടെ കണ്ടു. അവിടെയും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യും. സാഞ്ചിയിൽ നിന്നും ഝാൻസിയിലേക്ക് 285 കിലോമീറ്ററാണ് ഉള്ളത്. രാത്രിയാണ് ഝാൻസിയിലെത്തിയത്. ഇവിടെ റൂമൊക്കെ എടുത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഝാൻസി ഫോർട്ട് കാണാനായിട്ട് പോയി. ഝാൻസി റാണി താമസിച്ചിരുന്ന സ്ഥലവും ഇതിനുള്ളിൽ തന്നെയാണ്. ഝാൻസി റാണിയുടെ പേര് ലക്ഷ്മി ഭായ് എന്നാണ്. പേഷ്വ രാജാവായിരുന്ന ബാജിറാവു ആണ് പിതാവ്. ചെറുപ്പകാലം മുതലേ ആയോധന കലകളിലും ഹോഴ്സ് റൈഡിങ്ങിലും മറ്റും മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ലക്ഷ്മി ഭായ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന സിപ്പോയ് മ്യൂട്ടണിയുടെ ലീഡറാണ് ഝാൻസി റാണി. ഝാൻസി റാണി താമസിച്ചിരുന്ന മഹലിൻ്റെ പേര് പഞ്ച് മഹൽ എന്നാണ്. ഒരു 5 നില കെട്ടിടമാണിത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഝാൻസി റാണി മീറ്റിംഗ് ഹാളായി ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഝാൻസി റാണി താമസിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ നിർമ്മിക്കപ്പെട്ടത്. ഇത് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡബിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് ആയിട്ട് മാത്രമേ തോന്നുള്ളൂ. 5 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. ഇതിൻ്റെ വേറൊരു സൈഡിൽ നിന്ന് നോക്കിയാൽ മാത്രമേ ഇതിന് താഴോട്ട് വേറെ ഫ്ലോറുകളുണ്ട് എന്ന് മനസ്സിലാവുക. ഝാൻസിയുടെ മഹാരാജാവായിരുന്ന ഗംഗാധർ റാവു ആണ് ഭർത്താവ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹിന്ദു ട്രഡീഷൻ പ്രകാരം അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ആൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ കുട്ടിയെ അടുത്ത രാജാവായി കൺസിഡർ ചെയ്യാതെയാണ് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ലോർഡ് ഡെലൗസി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉപയോഗിച്ച് ആ ഏരിയ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇതിനെ 22 വയസ്സുള്ള ഝാൻസി റാണി ശക്തമായി എതിർക്കുകയായിരുന്നു. ആ മൈനറായ ആൺകുട്ടിയെ രാജാവായി കൺസിഡർ ചെയ്ത് റൂളിംഗ് ടേക്ക് ഓവർ ചെയ്യുകയായിരുന്നു ഝാൻസി റാണി. ജനറൽ ഹഗ്രൗസിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോഴ്സസ് 1858 ഇവരുടെ ഫോർട്ട് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ആ അറ്റാക്ക് വളരെ ശക്തമായി പ്രതിരോധിച്ച ഝാൻസി റാണിയുടെ ട്രൂപ്പ് അവസാനം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ഫോർട്ടിൽ നിന്നും ചാടി രക്ഷപ്പെട്ട ഒരു സ്പോട്ട് കൂടി നമുക്കിവിടെ കാണാം. നാച്ചുറലായിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു പാസേജിലൂടെയാണ് ഝാൻസി റാണി ഈ ഫോർട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതിന് ശേഷമാണ് സിപ്പോയ് മ്യൂട്ടണിയുടെ ഭാഗമാവുകയും ആ റൂളേഴ്സിൻ്റെ കൂടെ ചേർന്ന് ബ്രിട്ടീഷേഴ്സിനെതിരെ പോരാടുകയും ചെയ്തു. ഗ്വാളിയർ ഫോർട്ടിലെ ബ്രിട്ടീഷേഴ്സിനെതിരെ ടാൻഡിയ ടോപ്പും ലക്ഷ്മിഭായും നയിച്ച അറ്റാക്ക് വിജയിക്കുകയും അവിടുത്തെ ട്രഷറിയും ആയുധശേഖരവും ഒക്കെ സീസ് ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം ഫോർട്ട് അറ്റാക്ക് ചെയ്ത അതേ ജനറലിൻ്റെ എതിരെയുള്ള യുദ്ധത്തിനായി ഝാൻസി റാണി മൊറാറിലേക്ക് പോവുകയും അവിടെ വെച്ച് കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത്. ഇത് നമ്മൾ കാണുന്ന ഇന്ത്യ രൂപപ്പെടുന്നതിനായി ഝാൻസി റാണി പോലെ അനേകം ധീരരായ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ സാക്രിഫൈസ് ഉണ്ട് എന്നതാണ് സത്യം. ഇന്നും നമ്മളുടെ രാജ്യത്തെ ഭടന്മാർ ആ ഒരു ഫ്രീഡം കാക്കുന്നതിനായിട്ട് ജീവൻ വെടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഝാൻസി ഫോർട്ടിൽ അങ്ങനെ കാണാൻ മാത്രമായിട്ട് വലിയ ബിൽഡിങ്ങുകളോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഔട്ടർ ഫോർട്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെയുള്ളത് ഝാൻസി റാണി താമസിച്ചിരുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഫോർട്ടിന് അതിൻ്റേതായ ഒരു മൂല്യം നൽകുന്നത്. ഝാൻസിയിൽ നിന്നും ഇനിയും നമ്മളുടെ യാത്ര UPയുടെ ക്യാപിറ്റലായിട്ടുള്ള ലക്നൗവിലേക്കാണ്. ലക്നൗവിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.